Today we are going to discuss about time division multiplexers. The time division multiplexer systems divide the radio spectrum into time slots as shown in this figure, and in each time slot only one user is allowed to either transmit or receive. It can be seen from this figure 6.3 that each user occupies a cyclically repeating time slot, so a channel may be thought of as a particular time slot that reoccurs every frame where n time slots comprise a frame. ഈ ഒരു TDMA സിസ്റ്റത്തിൽ നമ്പർ ഓഫ് യൂസേഴ്സിനനുസരിച്ചിട്ട് നമ്മളുടെ റേഡിയോ സ്പെക്ട്രത്തിനെ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഓരോ യൂസറിനും അതിൻ്റേതായ ഒരു ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് n യൂസേഴ്സാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ആ n യൂസേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് n ഡിഫറെൻറ്റ് ചാനൽസ് നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാം. ദെൻ ഇവിടെ ചാനൽ എന്ന് പറയുമ്പോൾ അവിടെ ടൈം സ്ലോട്ടുകളാണ് വരുന്നത്. ഓരോ യൂസറിനും അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു യൂസർ അതിൻ്റെ ഒരു ടൈം സ്ലോട്ടിലാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ദെൻ ഇവിടെ ഓരോ യൂസറിനും അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടോട്ടൽ സ്പെക്ട്രം യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. FDMA കേസ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അവിടെ നമ്മുടെ ടോട്ടൽ സ്പെക്ട്രത്തിനെ സ്മോൾ ബാൻഡുള്ള ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതാണ് ഓരോ യൂസറിനും കൊടുത്തിരുന്നത്. സോ ഒരു യൂസറിന് ആ ഒരു കംപ്ലീറ്റ് ബാൻഡ് വിഡ്ത്തും യൂസ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല. പക്ഷേ ഈ ഒരു TDMA സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ യൂസറിനും അതിൻ്റേതായ ഒരു ടൈം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടൈം സ്ലോട്ടിൻ്റെ അകത്ത് ആ ഒരു യൂസറിന് കംപ്ലീറ്റ് ബാൻഡ് വിഡ്ത്തും യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Then TDMA systems transmit data in a buffer and based method. Thus, the transmission for any user is non-continuous. And this implies that unlike in FDMA systems which accommodate analog frequency modulation, digital data and digital modulation must be used with TDMA. ഈ ഒരു TDMA സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നോൺ കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻസ് ആണ് നടക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ n യൂസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് n ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ദെൻ ആദ്യത്തെ ടൈം സ്ലോട്ടിൽ ആദ്യത്തെ യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം സ്ലോട്ട് വരുമ്പോൾ സെക്കൻഡ് യൂസറാണ് ആ ഒരു ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ യൂസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് n യൂസറും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെയും തിരിച്ച് നമ്മൾ ആദ്യം തുടങ്ങി ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് n യൂസറും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ആദ്യത്തെ യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അങ്ങനെ അപ് ടു n യൂസേഴ്സ് പിന്നെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു പർട്ടിക്കുലർ ഫ്രെയിം സ്ട്രക്ചർ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം വെർ n ടൈം സ്ലോട്ട് കംപ്രൈസസ് എ ഫ്രെയിം. ദെൻ ഓരോ യൂസറും അതിൻ്റേതായ ഒരു ടൈം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈം വരുമ്പോഴാണ് ആ യൂസർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. സോ ഒരു നോൺ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഒക്കർ ചെയ്യുന്നത്. അതേസമയം FDMA നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഒരു യൂസറിന് അതിൻ്റേതായ ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് കൊടുത്തേക്കാണ്. ആ ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ട് ആ യൂസറിന് കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് FDMA കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അനലോഗ് FM കേസുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം TDMA നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു ബഫർ ആൻഡ് ബേസ്ഡ് മെത്തേഡാണ് വരുന്നത്. അതായത് ആ യൂസറിൻ്റെ ഡേറ്റ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ദെൻ അതിൻ്റെ ടൈം വരുമ്പോഴാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഒരു കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ ഈ TDMAയുടെ കേസിൽ നടക്കാത്തത് കൊണ്ട് ഡിജിറ്റൽ ഡേറ്റ ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ കേസുകൾക്കാണ് നമ്മൾ ഈ ഒരു TDMA യൂസ് ചെയ്യുന്നത്. In TDMA, the transmission from various users is interlaced into a repeating frame structure as shown in this figure. It can be seen that a frame consists of a number of slots. Each frame is made up of a preamble, an information message and tail bits. In TDMA or TDD, half of the time slots in the frame information message would be used for forward link channels and half would be used for reverse link channels. TDMAയുടെ ഒരു ഫ്രെയിം സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 3 സെക്ഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒരു പ്രിയാമ്പിൾ സെക്ഷൻ വരുന്നുണ്ട്, ഇൻഫർമേഷൻ മെസ്സേജ് സെക്ഷൻ വരുന്നുണ്ട്, ടെയിൽ ബിറ്റ്സ് വരുന്നുണ്ട്. ഈ പ്രിയാമ്പിൾ ആൻഡ് ടെയിൽ ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിങ്ക്രണൈസേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്. ദെൻ ഇൻഫർമേഷൻ മെസ്സേജ് സെക്ഷനിലാണ് നമ്മളുടെ ഡിഫറെൻറ്റ് ടൈം സ്ലോട്ടുകൾ വരുന്നത്. ഒരു ടൈം സ്ലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എഗെയിൻ ടെയിൽ ബിറ്റ്സും സിങ്ക്രണൈസേഷൻ ബിറ്റ്സും ഇൻഫർമേഷൻ ഡേറ്റയും ദെൻ ഗാർഡ് ബിറ്റ്സും വരുന്നുണ്ട്. ഇതിലെ ഇൻഫർമേഷൻ ഡേറ്റ സെക്ഷനിലാണ് നമുക്ക് ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡേറ്റ ഉള്ളത്. ദെൻ ബാക്കിയുള്ള സെക്ഷൻസൊക്കെ നമ്മളുടെ ഓവർ ഹെഡ് ബിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ സിങ്ക്രണൈസേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓവർ ഹെഡ് ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ 2-വേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഡ്യൂപ്ലക്സിങ്ങിന് വേണ്ടിയിട്ട്
TDD ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു ടൈം ഡിവിഷൻ ഡ്യൂപ്ലക്സിംഗ് ടെക്നിക്കിൽ നമുക്ക് ഫോർവേഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യണം, റിവേഴ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വേറെ ഒരു ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഒരു യൂസറിന് 2 ടൈം സ്ലോട്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ ഈ ഒരു ടൈം ഡിവിഷൻ ഡ്യൂപ്ലക്സിംഗ് കേസിൽ ഒരു സിംഗിൾ ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഈ 1 to n ടൈം സ്ലോട്ടിനെ നമ്മൾ 2 ഹാഫുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ പകുതി നമ്മൾ ഫോർവേഡ് ലിങ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, പകുതി നമ്മൾ റിവേഴ്സ് ലിങ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതേസമയം നമ്മൾ ഈ ഡ്യൂപ്ലക്സിങ്ങിന് വേണ്ടിയിട്ട് ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലക്സിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻ ഐഡന്റിക്കൽ ഓർ സിമിലർ ഫ്രെയിം സ്ട്രക്ചർ വുഡ് ബി യൂസ്ഡ് സോൾലി ഫോർ എയ്തർ ഫോർവേഡ് ഓർ റിവേഴ്സ് ട്രാൻസ്മിഷൻ, ബട്ട് ദി കരിയർ ഫ്രീക്വൻസീസ് വുഡ് ബി ഡിഫറൻറ്റ് ഫോർ ദി ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ലിങ്ക്സ്. അതായത് നമ്മൾ FDD സ്കീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള 2 ഫ്രെയിം സ്ട്രക്ചേഴ്സ് കൺസിഡർ ചെയ്യാം. ഒരെണ്ണം ആ ഫോർവേഡ് ലിങ്കിന് വേണ്ടിയിട്ടുള്ളതും രണ്ടാമത്തേത് ആ ഒരു റിവേഴ്സ് ലിങ്കിന് വേണ്ടിയിട്ടുള്ളതും. ഈ 2 കേസിലും ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻ ജനറൽ Tdma bar FDD systems intentionally induce several time slots of delay between the forward and reverse time slots of a particular user so that duplexers are not required in the subscriber unit. ഈ ഒരു TDMA സിസ്റ്റത്തിൽ ഡ്യൂപ്ലക്സറിൻ്റെ യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫോർവേഡ് ആൻഡ് റിവേഴ്സ് കമ്മ്യൂണിക്കേഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ടല്ല നടത്തുന്നത്, ഡിഫറെൻറ്റ് ടൈംസിലാണ്. സോ സൈമൾട്ടേനിയസ് ആയിട്ട് 2 ഫ്രീക്വൻസീസ് സബ്സ്ക്രൈബർ സെക്ഷനിലും അതേപോലെ ബേസ് സ്റ്റേഷൻ സെക്ഷനിലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലക്സറും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ ഇൻ എ TDMA ഫ്രെയിം ദ പ്രിയാമ്പിൾ കണ്ടെയ്ൻസ് ദി അഡ്രസ് ആൻഡ് സിങ്ക്രണൈസേഷൻ ഇൻഫർമേഷൻ ദാറ്റ് ബോത്ത് ദി ബേസ് സ്റ്റേഷൻ ആൻഡ് ദി സബ്സ്ക്രൈബേഴ്സ് use to identify each other. Then guard times are utilized to allow synchronization of the receivers between different slots and frames. Then different TDMA wireless standards have different TDMA frame structures. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം സ്ട്രക്ചർ ആണ് ഇപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തത്. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സിന് ഡിഫറെൻറ്റ് ഫ്രെയിം സ്ട്രക്ചേഴ്സ് ആയിരിക്കും വരുന്നത്. ലെറ്റ്സ് നൗ കൺസിഡർ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് TDMA. First one, the TDMA shares a single carrier frequency with several users where each user makes use of non-overlapping time slots. The number of time slots per frame depends on several factors such as modulation technique, available bandwidth, etc. Then the data transmission for users of a TDMA system is not continuous but occurs in bursts. This results in low battery consumption since the subscriber transmitter can be turned off when not in use. Then ഈ സബ്സ്ക്രൈബർ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് കൂടുതൽ ടൈമിലും ഓഫായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റേതായ ആ ഒരു ടൈം സ്ലോട്ടിൽ മാത്രമേ അത് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ ചെയ്യുന്നുള്ളൂ. സോ ഒരു ലോ ബാറ്ററി കൺസപ്ഷൻ ആണ് TDMAയുടെ കേസിൽ വരുന്നത്. ദെൻ ബിക്കോസ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻസ് ഇൻ TDMA, the handoff process is much simpler for a subscriber unit since it is able to listen for other base stations during the idle time slots. An enhanced link control such as that provided by mobile assisted handoff can be carried out by a subscriber by listening on an idle time slot in the TDMA frame. Then TDMA uses different time slots for transmission and reception, thus duplexers are not required. Even if FDD is used, a switch rather than a duplexer inside the subscriber unit is all that is required to switch between transmitter and receiver using TDMA. Then adaptive equalization is usually necessary in TDMA systems since the transmission rates are generally very high as compared to FDMA channels. Then in TDMA, the guard time should be minimized. If the transmitted signal at the edges of a time slot are suppressed sharply in order to shorten the guard time, the transmitted spectrum will expand and cause interference to adjacent channels. Then high synchronization overhead is required in TDMA systems because of base transmissions. TDMA transmissions are slotted and this requires the receivers to be synchronized for each data burst. In addition, guard slots are necessary to separate users and this results in the TDMA systems having larger overheads as compared to FDMA. Then the TDMA has an advantage in that it is possible to allocate different numbers of time slots per frame to different users. Thus, bandwidth can be supplied on demand to different users by concatenating or reassigning time slots based on priority.
FDMAയുടെ കേസിൽ നമുക്കിത് പോസിബിൾ ആയിരുന്നില്ല. ആ ഒരു കേസിൽ ഒരു യൂസറിന് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫിക്സഡ് ബാൻഡ് ചാനൽ യൂസ് ചെയ്തിട്ട് മാത്രമേ യൂസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു TDMA സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു യൂസറിന് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ യൂസറിന് കൂടുതൽ ടൈം നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ലെറ്റ്സ് നൗ കൺസിഡർ ദി എഫിഷ്യൻസി ഓഫ് TDMA. The efficiency of a TDMA system is a measure of the percentage of transmitted data that contains information as opposed to providing overhead for the access scheme. നമ്മൾ TDMAയുടെ ഫ്രെയിം സ്ട്രക്ചർ കണ്ടപ്പോൾ അവിടെ കണ്ടതാണ് നമ്മളുടെ ആക്ച്വൽ ഇൻഫർമേഷൻ കൂടാതെ അവിടെ കുറേ ഓവർഹെഡ് ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. സോ ആ ഒരു ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ ഇൻഫർമേഷൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടും, ആ ഇൻഫർമേഷൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി കുറയും. Thus, the frame efficiency eta f is the percentage of bits per frame which contain transmitted data. Then when we consider the transmitted data, that may include source and channel coding bits. So the raw end user efficiency of a system is generally less than eta f. നെക്സ്റ്റ് നമുക്ക് ഈ ഫ്രെയിം എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് കൺസിഡർ ദി നമ്പർ ഓഫ് ഓവർഹെഡ് ബിറ്റ്സ് പെർ ഫ്രെയിം. ഒരു സിംഗിൾ ഫ്രെയിം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓവർഹെഡ് ബിറ്റ്സിനെയാണ് നമ്മൾ BOH ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു NRBR plus NTBP plus NTBG plus NRBG, where NR is the number of reference based per frame, NT is the number of traffic based per frame, BR is the number of overhead bits per reference based, BP is the number of overhead bits per preamble in each slot, and BG is the number of equivalent bits in each guard time interval. നമ്മളുടെ ഗാർഡ് സ്ലോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഒരു ടൈം ഡിലേ ആണ്. അതിനെയാണ് നമ്മൾ ഈ BG വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് BG ഇസ് ദി ഇക്വാലന്റ് ബിറ്റ്സ് ഇൻ ഈച്ച് ഗാർഡ് ടൈം ഇൻ്റർവെൽ. ആ ഒരു ടൈം ഡിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ബിറ്റ്സ് വരും അതാണ് നമ്മൾ BG വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ദി ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ ഫ്രെയിം BT ഈസ് ഗിവൺ ബൈ TF into R, where TF is the frame duration and R is the channel bit rate. Then the frame efficiency eta f can be calculated as eta f is equal to BT minus BOH divided by BT. അതായത് BT മൈനസ് BOH എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇൻഫർമേഷൻ ബിറ്റ്സ് വരുന്നത്. ആ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സിൽ നിന്ന് ഓവർഹെഡ് ബിറ്റ്സ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ബിറ്റ്സ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് നമ്മളുടെ എഫിഷ്യൻസി വരുന്നത്. ദെൻ അതിനെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ eta f is equal to 1 minus BOH divided by BT into 100%. Let's now consider the number of channels in TDMA system. The number of TDMA channel slots that can be provided in a TDMA system is found by multiplying the number of TDMA slots per channel by the number of channels available, and is given by N is equal to M into B total minus 2B guard all divided by BC, where M is the maximum number of TDMA users supported on each radio channel. Then here two guard bands, one at the low end of the allocated frequency band and one at the high end, are required to ensure that users at the edge of the band do not bleed over into an adjacent radio service. So രണ്ട് എൻഡിലും നമുക്ക് ഓരോ ഗാർഡ് ബാൻഡ്സ് വെച്ച് വരുന്നുണ്ട്. B ടോട്ടൽ ആണ് നമ്മളുടെ ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് വരുന്നത്. സോ അതിൽ നിന്ന് ആ രണ്ട് ഗാർഡ് ബാൻഡ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സ്പെക്ട്രം കിട്ടും. ദെൻ ദാറ്റ് ഡിവൈഡഡ് ബൈ BC ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ചാനൽസ് ഉണ്ടെന്നുള്ളത് കിട്ടും. ഒരു ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്താണ് നമ്മൾ BC ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ TDMA സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ചാനലിൽ M നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ചാനലിൽ M നമ്പർ ഓഫ് ടൈം സ്ലോട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ ദി നമ്പർ ഓഫ് TDMA ചാനൽ സ്ലോട്ട്സ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു B ടോട്ടൽ മൈനസ് 2B ഗാർഡ് ഡിവൈഡഡ് ബൈ BC വരും. ഓക്കെ.